തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ ഭരണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. ആ ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് യു.ഡി.എഫും എൽ.ഡി.എഫും മുന്നോട്ട് പോകുന്നത്. കാരണം ബി.ജെ.പി ഇനിയും കുറച്ചു കാലം ഭരിക്കുകയാണെങ്കിൽ, വി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി തിരുവനന്തപുരം കോർപ്പറേഷൻ കൂടുതൽ കാലം ഭരിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് പണി കിട്ടും എന്നുള്ള കൃത്യമായുള്ള ബോധ്യം ഇരു മുന്നണികൾക്കുമുണ്ട്. കാരണം ഉഡായിപ്പ് രാഷ്ട്രീയം, അതുകൂടാതെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം, അഴിമതി നിറഞ്ഞ രാഷ്ട്രീയം, ഗുണ്ടാപ്പിരിവ്, വാടകക്കൊള്ള, ഇതൊക്കെ പുറത്തു വരും എന്നുള്ളത് മാത്രമല്ല, ജനങ്ങൾക്കിടയിൽ ഒരു പുത്തൻ രാഷ്ട്രീയ സംസ്കാരം വരികയാണെങ്കിൽ ഈ യു.ഡി.എഫ് എൽ.ഡി.എഫ് അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഇല്ലാതാകും എന്നുള്ള ഒരു ബോധ്യവും ഈ പറയുന്ന യു.ഡി.എഫിനും എൽ.ഡി.എഫിനും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കയറ് പൊട്ടിച്ച് നടക്കുന്നത്. കൃത്യമായി തന്നെ എങ്ങനെയെങ്കിലും ബി.ജെ.പി അധികാരത്തിൽ നിന്ന് പുറത്താക്കണം, അതിനുവേണ്ടി ഒരു കൃത്രിമ പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ള. ഇവിടെ ഒരു ഭരണ പ്രതിസന്ധിയില്ല. തിരുവനന്തപുരം നഗരത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം, ഇവിടെ ഒരു ഭരണ പ്രതിസന്ധിയില്ല. നല്ല രീതിയിൽ തന്നെ മേയർ ഇടപെടുന്നുണ്ട്. പല ജനകീയ വിഷയങ്ങളും അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. എപ്പോഴും 24 മണിക്കൂറും ആക്റ്റീവായിട്ട് അവൈലബിൾ ആയുള്ള, ധിക്കാരം എന്തെന്ന് കാണിക്കാത്തൊരു മേയറാണ് വി രാജേഷ്. മുമ്പത്തെ മേയർ നമുക്കറിയാം എന്തായിരുന്നു, അഹങ്കാരിയും അതുകൂടാതെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു കോർപ്പറേഷൻ ഭരണസമിതിയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറി വളരെ പോസിറ്റീവായുള്ള വൈബ് നൽകുന്ന, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ജനങ്ങളിലേക്ക് ഇടപഴകി അവർക്കിടയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു മേയറാണ് വി രാജേഷ്. അപ്പോൾ അത് തന്നെയാണ് ഈ രണ്ട് മുന്നണികളെയും ഭയപ്പെടുത്തുന്നത്. ഇനി അവിശ്വാസ പ്രമേയത്തിലേക്ക് വരികയാണെങ്കിൽ, ഈ അവിശ്വാസ പ്രമേയം പാസ്സാകാനുള്ളൊരു സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിൽ 101 അംഗ കൗൺസിലിൽ 51 പേരുടെ പിന്തുണയാണ് ബി.ജെ.പിക്കുള്ളത്. 50 ബി.ജെ.പി അംഗങ്ങളും ഒരു സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണൻ. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് 50 പേരാണ്. അതിൽ തന്നെ 49 എൽ.ഡി.എഫും യു.ഡി.എഫും ചേർന്നുള്ള അംഗസംഖ്യ. ഒരാൾ സ്വതന്ത്രനാണ്, നിഷ്പക്ഷനായിട്ട് നിൽക്കുകയാണ്, പൗണ്ട് കടവിൽ നിന്ന് ജയിച്ച സുധീഷ് കുമാർ. പക്ഷേ അദ്ദേഹം യു.ഡി.എഫ് വിമതനായിരുന്നു. അതുകൊണ്ട് ചിലപ്പോൾ യു.ഡി.എഫിന് അദ്ദേഹത്തിന് പിന്തുണ ലഭിക്കും. ശബരിനാഥൊക്കെ ബന്ധപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും 50-50 എന്നുള്ള നിലയിൽ തന്നെ നിൽക്കാനാണ് സാധ്യത. കാരണം സുഗതന് നിലവിൽ ബി.ജെ.പി പക്ഷത്ത് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടായതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 50 പേരുടെ പിന്തുണ ബി.ജെ.പിക്കും, അതായത് എൻ.ഡി.എക്കും, 50 പേരുടെ പിന്തുണ യു.ഡി.എഫ് എൽ.ഡി.എഫ് സംവിധാനത്തിനും ലഭിക്കും മാക്സിമം. അതിനപ്പുറത്തേക്കുള്ള ഒരു സംഖ്യയിലേക്ക് എത്താൻ ഈ പറയുന്ന തട്ടിക്കൂട്ട് സംവിധാനത്തിന് സാധിക്കില്ല, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക്, തിരുവനന്തപുരത്തെ ഇന്ത്യ മുന്നണിക്ക് സാധിക്കില്ല എന്നതാണ് ഒരു വസ്തുത. അതുതന്നെയാണ് വി രാജേഷിൻ്റെ ആത്മവിശ്വാസം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും, അതായത് 2047 വരെയൊക്കെ ബി.ജെ.പി ഭരിക്കുമെന്ന് പറയുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം, അതായത് ഈ ഭരണം തുടരുമെന്നുള്ളൊരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. പിന്നെ സുഗതൻ്റെ കാര്യത്തിലാണെങ്കിലും, സുഗതന് ഇപ്പം നിലവിൽ ഒരു കൗൺസിൽ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചുള്ള തെളിവൊക്കെ പുറത്തു വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തിങ്കളാഴ്ചത്തെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ പോലും 2 കൗൺസിൽ യോഗങ്ങളെ മിസ്സാകുകയുള്ളൂ. ഒരു കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതായത് തുടർച്ചയായി 3 കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ മാത്രമാണ് ഒരു കൗൺസിലറെ അയോഗ്യനാക്കുക. അതിനിടയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടാവും, ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യമൊക്കെ ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ബി.ജെ.പി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതിസന്ധി തൽക്കാലം ബി.ജെ.പിയെ ബാധിക്കുന്നില്ല എന്നതാണ് ഒരു സാഹചര്യം. അപ്പോൾ ഇതൊക്കെയാണ് സാഹചര്യം. ഈ അവിശ്വാസ പ്രമേയം എന്തായാലും പാസ്സാകാൻ പോകുന്നില്ല. ഇപ്പം പാറ്റൂർ രാധാകൃഷ്ണൻ, ബി.ജെ.പി പിന്തുണയ്ക്കുന്ന സ്വതന്ത്രൻ, പറഞ്ഞിരിക്കുന്നത് ബി.ജെ.പി എൻ.ഡി.എ ഈ ഒരു ഭരണസമിതിക്കൊപ്പം താൻ ഉറച്ചു നിൽക്കും, മികച്ച രീതിയിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ടാണ് വി രാജേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിലപാട് മാറ്റേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് പാറ്റൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. അത് ഈ പറയുന്ന എൽ.ഡി.എഫിനും യു.ഡി.എഫിനും ഒരു തിരിച്ചടിയാണ്. കാരണം അവരുടെ പ്രതീക്ഷ രാധാകൃഷ്ണൻ്റെ പിന്തുണ കൂടി ലഭിച്ച് ബി.ജെ.പിയുടെ ഭരണത്തെ അട്ടിമറിക്കാൻ പറ്റും എന്നതായിരുന്നു. അദ്ദേഹമാണെങ്കിൽ നിലവിൽ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം മാറാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല എന്നതാണ് ഒരു വസ്തുത. അപ്പോൾ ഇതൊക്കെ ഒരു തീക്കളിയാണെന്ന് പറയേണ്ടി വരും. കാരണം ജനവികാരം ബി.ജെ.പിക്ക് അനുകൂലമാണ്. ഈ 2 മുന്നണികളെയും മടുത്തത് കൊണ്ടാണ് ബി.ജെ.പിക്ക് ഒരു അവസരം തിരുവനന്തപുരത്തെ ജനങ്ങൾ നൽകിയത്. അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയാണെങ്കിൽ അതിൻ്റെ മൈലേജ് ബി.ജെ.പിക്ക് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് മാത്രമല്ല, ഒരു കൃത്രിമ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നുള്ള ഒരു ധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. ഭൂരിഭാഗം രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കുന്ന ജനങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി ഇൻ കേസ് ബി.ജെ.പിയുടെ ഭരണം ഇവിടെ നിന്ന് അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ഗുണം ബി.ജെ.പിക്ക് തന്നെയായിരിക്കും. കാരണം എൽ.ഡി.എഫിൻ്റെയൊക്കെ അടിത്തറ തിരുവനന്തപുരം നഗരമേഖലയിൽ ഇല്ലാതാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു നീക്കം, പിൻവാതിൽ കൂടി ഈ ജനാധിപത്യ രീതിയിലുള്ള ഒരു മാൻഡേറ്റുള്ള ഒരു സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ട് വളരെ നെഗറ്റീവായിരിക്കും. ഈ പറയുന്ന കോൺസ്പിറസി നടത്തുന്ന ആളുകൾക്ക്, യു.ഡി.എഫ് ആണെങ്കിൽ എൽ.ഡി.എഫ് ആണെങ്കിൽ അതിൻ്റെ ഒരു തിരിച്ചടി ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വരും എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇതാണ് സംവിധാനം. യു.ഡി.എഫ് ആണെങ്കിലും എൽ.ഡി.എഫ് ആണെങ്കിലും അവർക്ക് എങ്ങനെയെങ്കിലും
BJP മാറ്റി നിർത്തണം. അതിനവർക്ക് കാരണങ്ങളുണ്ട്. ഇപ്പോൾ LDFനാണെങ്കിൽ അറിയില്ല, അവരുടെ പ്രധാന വരുമാന സ്രോതസ്സാണ് ഇല്ലാതായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പം UDF ഭരണത്തിൽ വരികയാണെങ്കിൽ പോലും ഒട്ടുമിക്ക കോർപ്പറേഷനുകളിലും ഭരണം LDFൻ്റെ കയ്യിലായിരിക്കും. പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം. അതും തിരുവനന്തപുരം പോലെ ക്യാഷ് റിച്ചായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷനിലെ ഭരണമാണ് LDFന് നഷ്ടമായിരിക്കുന്നത്. അതായത് വരുമാനം നിലച്ചു എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ SP ദീപക് ആണെങ്കിലും പിന്നെ കടകംപള്ളിയും ബാക്കി ടീമുകളൊക്കെ ഉണ്ടല്ലോ, വി ശിവൻകുട്ടി, ജോയ്, ഇവരെല്ലാം പരക്കം പായുന്നത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അതുമാത്രമല്ല, ഒരുപാട് അഴിമതി കേസുകൾ പുറത്തു വരുമെന്നുള്ളൊരു ഭയമുണ്ട്. പ്രത്യേകിച്ച് വിഴിഞ്ഞം ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ പുറത്തു വരാനുണ്ട്. VV രാജേഷ് തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. എല്ലാ അഴിമതികളും പുറത്തു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാടകക്കൊള്ള നഷ്ടപ്പെട്ടു. അതുകൂടാതെ ഗുണ്ടാപ്പിരിവ്, പാളയം മാർക്കറ്റിൽ ഉൾപ്പെടെ നടത്തിയിരുന്ന ഗുണ്ടാപ്പിരിവ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ VV രാജേഷ് ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെ സപ്പോർട്ട് VV രാജേഷിന് ലഭിക്കുന്നുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പരിഭ്രാന്തി എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ മനസ്സിലാക്കാം എങ്ങനെ വരും എന്നുള്ളത്. തിങ്കളാഴ്ച എന്തായാലും കുറേ നാടകങ്ങളൊക്കെ ഇനിയും അരങ്ങേറാനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്.